ഹായ് ഫ്രണ്ട്സ്, അലന്യ തുമ്പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയില്ലല്ലോ, അപ്പോൾ എന്നെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താൻ കരുതി. എന്നെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തണം. പിന്നെ ഞാനൊരു ചെറിയ ഒരു ഉച്ചയ്ക്ക് എന്താണ് സ്പെഷ്യൽ എന്നുള്ളതൊന്ന് കാണിക്കുകയും ചെയ്യാമെന്ന് വെച്ച് വന്നതാണ്. എൻ്റെ പേര് രേഷ്മ എന്നാണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ഒരു 9 വർഷം ആവാറാവും. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. ഞാനും ഏട്ടനും 2 കുട്ടികളടങ്ങാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത്. ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലല്ല, അവിടെ നിന്ന് മാറി ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. എൻ്റെ വീട് വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്ക് അടുത്തുള്ള സ്ഥലത്താണ്. പിന്നെ ഏട്ടൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ പൊന്നാനിയാണ് ഏട്ടൻ്റെ വീട്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കുറച്ചും കൂടി വിട്ടിട്ടാണ്. അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. എന്നെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ, അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പയറുപ്പേരിയാണ്. അപ്പോൾ പയറുപ്പേരി ഉണ്ടാക്കുകയാണ്. പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്നൊന്നും പറയാനില്ല. അതാണ് ഉച്ചയ്ക്കുള്ളത് വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ കുറേ ആയി യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോഴൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യുക, എന്തൊക്കെ ചെയ്യേണ്ടതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ യൂട്യൂബിൽ തന്നെ തപ്പിപ്പിടിച്ച് അങ്ങനത്തെ തുടങ്ങിയിട്ടുണ്ട്. നേരം പോലെയാണോ തുടങ്ങിയതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ വീഡിയോസിലൊക്കെ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. എനിക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വോയിസ് എങ്ങനെ കൊടുക്കുക ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനിങ്ങനെ ഓരോന്നോരോന്നായി പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്നെ കൂടെ നിർത്തി സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമാകണമെങ്കിൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നിർബന്ധമൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ അതിനിപ്പോൾ ഇത് കാണുന്നവരാരെങ്കിലും അസുഖമുള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്നാണ് അത് വന്നിട്ടിപ്പോൾ ഒരു കൊല്ലം ആവണം പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിട്ട് നമുക്കിപ്പോൾ അങ്ങനെ വന്നല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ആദ്യമൊക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു. അത് കേട്ട ഉടനെ നല്ല വിഷമം ഉണ്ടായിരുന്നു. നല്ല സങ്കടത്തിൽ തന്നെയായിരുന്നു, എന്താ ചെയ്യുക. പിന്നെ കുറേ ആൾക്കാർ നമ്മളെ നെഗറ്റീവ് പറയാൻ വേണ്ടി വരും. വേറെ ആരാവില്ല, നമ്മളെ കുടുംബത്തിലുള്ളവർ തന്നെയാവും, അത്രയും അടുത്തവർ തന്നെയാവും നെഗറ്റീവ് പറയാൻ വരും. അപ്പം അതിലൊക്കെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കലേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ അതിൽ നിന്നൊക്കെ ഒന്ന് മൈൻഡ് ഡൈവേർട്ട് ചെയ്തിട്ട് എന്തിനെങ്കിലുമൊക്കെ ഒന്ന് എൻഗേജ് ആവണമെന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാനിങ്ങനെ ഓരോ വീഡിയോസ് എടുക്കാനും എന്ത് ചെയ്യുമ്പോഴും ഓരോ വീഡിയോസ് എടുക്കും. അങ്ങനെ അത് അപ്ലോഡ് ചെയ്യണം, അത് എഡിറ്റ് ചെയ്യാൻ നോക്കണം, അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് പോകാനുള്ളൊരു ടൈം എനിക്കില്ല. കാരണം ഞാനിപ്പോൾ ഫുള്ള് ഇതുമ്മലാണ്, ഓരോന്ന് പുതിയതായിട്ട് പഠിക്കാനുള്ള ഓരോ ഇതാണ്. അപ്പോൾ എൻ്റെ ഡിഗ്രി കഴിഞ്ഞതാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോയി. പിന്നെ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോഴും എനിക്ക് എന്തിനേലൊക്കെ പോയിട്ട് എൻ്റെ ഭർത്താവിനൊപ്പം സഹായിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴേക്കാണ് പിന്നെ ക്യാൻസർ എന്ന രോഗം പിടിപെട്ടത് എനിക്ക്. അത് എങ്ങനെയാണ് വന്നത്, എവിടെ നിന്നാണ് വന്നത് ഒന്നും നിശ്ചയില്ല. പെട്ടെന്നുണ്ടായത്, ഒരു കുഴപ്പമില്ലാത്ത ഞാനാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴേക്ക് അസുഖത്തിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്, ഞാൻ എൻ്റെ വഴിക്കും പോകുന്നുണ്ട്. ഞാനിനി എന്താ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു ചിന്തയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. നമുക്കുണ്ടല്ലോ, ഇതുവരെ ഞാനൊരു അത്രയ്ക്ക് ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അങ്ങനെ എന്ത് പറഞ്ഞാലും കരയുന്ന ഇത് അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ സ്വഭാവം. പക്ഷേ ഈ ഒരു അസുഖം വന്നതോട് കൂടിയിട്ട് എനിക്ക് എന്തോ ഒരു മാറ്റം ഫീൽ ചെയ്തതായിട്ട് എനിക്ക് തന്നെ തോന്നുന്നു. കാരണം കുറച്ചുകൂടി ഒന്ന് ബോൾഡായ പോലെ, പിന്നെ എന്താ പറയുക, ഇനി എന്ത് വന്നാലും നമ്മൾ നേരിടുക എന്നുള്ളൊരു സ്ട്രെങ്ത്തൊക്കെ വന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ ഒരുപാട് മാറ്റമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച്, എൻ്റെ അസുഖത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും
ആലോചിക്കണമില്ല, ഒന്നുമില്ല. പിന്നെ നമ്മളതിനെ ഇങ്ങനെ എന്താ പറയുക, നെഗറ്റീവ് പറഞ്ഞിട്ട് വരുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ ആ നെഗറ്റീവ് പറയണവരെ നമ്മളെ ജീവിതത്തിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളാകെ പോസിറ്റീവാകും. അത് എനിക്ക് പഠിഞ്ഞു എങ്ങനെയാണ് ഒഴിവാക്കുക. ഒരാളെ നെഗറ്റീവ് പറഞ്ഞു വരുന്ന ഒരാളെ നമ്മളെ ജീവിതത്തിൽ നിന്നിട്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞു വരുന്നതിന് അങ്ങോട്ട് ഒഴിവാക്കി വിട്ടാൽ മതി. അപ്പോൾ ഞങ്ങൾ 2 കുട്ടികളാണെന്ന് പറഞ്ഞല്ലോ. മൂത്തവൻ്റെ പേര് അലൻ എന്നാണ്, രണ്ടാമത്തെ കുട്ടി അലന്യ, അവളുടെ പേരാണ് ഞാൻ യൂട്യൂബ് ചാനലിനിട്ട് തുമ്പി എന്നാണ് ഞങ്ങൾ വിളിക്കുക. ആൾ നല്ലൊരു കുറുമ്പിയാണ്. മൂത്തവനെന്ന് പറയുന്ന ഒരു സൈലൻറ്റ് ടൈപ്പാണ്, അച്ഛനെ പോലെ. ഇവൾ എന്നെ പോലെയാണോ ചോദിച്ചപ്പോൾ എന്നെ പോലെ അല്ല, എൻ്റെ അനിയത്തിയുണ്ട്, അവളെ പോലെയാണെന്നാണ് എല്ലാവരും പറയുക. കാരണം ആൾ കുറച്ചൊരു എല്ലാത്തിലും നല്ല ഒരു ഇതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉൾവലിഞ്ഞ ടൈപ്പാണ്, അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ ഈ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് ഇപ്പം ഇങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ എനിക്ക് വന്ന് തുടങ്ങുന്നുണ്ട് എന്ന് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ബാക്കിയുള്ളവരും പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വെണ്ടയ്ക്കയിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു പയറുപ്പേരി ഉണ്ട്, പപ്പടം ഉണ്ട്, പിന്നെ അച്ചാർ, നാരങ്ങ അച്ചാർ ഏട്ടൻ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന അച്ചാറാണ്, അതാണ് ഉള്ളത്. അങ്ങനെ. അപ്പോൾ തുമ്പി ചോറിനാണ്. തുമ്പി ചോറിനാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ പഠിപ്പിച്ചാണ്. ആരെ ഫസ്റ്റ് കഴിയുക, 1 2 3 സ്റ്റാർട്ട് പറഞ്ഞിട്ട് അങ്ങനെ പറയും. അപ്പോൾ വേഗം ചോറിനും ആരുടെ ഫസ്റ്റ് കഴിയുള്ളൂ, ഫസ്റ്റ് കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പഠിപ്പിച്ചത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കാര്യങ്ങൾ. ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ പാലക്കാട് ജില്ലയിലും തന്നെ ആണ്. ഏട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്നും കുറച്ച് പോരണം, എൻ്റെ വീടിൻ്റെ അവിടെ നിന്നും കുറച്ച് പോരണം. അങ്ങനെ രണ്ടിനും നടുക്കിലത്തെ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്ന. ഏട്ടന് എന്താണെന്ന് വെച്ചാൽ വാർപ്പിൻ്റെ പണിയാണ്, കൺസ്ട്രക്ഷൻ വർക്ക് എന്നൊക്കെ പറയും. വാർപ്പിൻ്റെ പണിയാണ് ഏട്ടന്. അപ്പോൾ ഇവിടെ ഒരു എൻജിനീയറൊക്കെയാണ് പണി. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ഞങ്ങളങ്ങനെ നിൽക്കുകയാണ്. മറ്റേത് വീട്ടിൽ നിന്ന് വരാനും കുറച്ച് പ്രയാസമാണ്. പിന്നെ ഞങ്ങൾ മൂത്തവരാണ് വീട്ടിൽ. അപ്പോൾ മൂത്തവർ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുടുംബക്കായ വേറെ പോകണം എന്നാണല്ലോ നാട്ടു നടപ്പ്. അപ്പോൾ ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ 4 ആൾ മാത്രമുള്ള ഒരു കുഞ്ഞ് ഒരു കുടുംബം. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നു. നല്ല സന്തോഷത്തിൽ ഏട്ടനെ നന്നായി നോക്കും. നല്ല സ്വഭാവമാണ്. ജയൻ എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. വേറെന്താ, ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. വീട്ടിൽ കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പം ഇനി വീഡിയോസൊക്കെ ഞാൻ കൂടുതലായിട്ട് ഇന്നുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണെന്ന് മാത്രം. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇൻട്രോ പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് കരുതി. താങ്ക് യു.